ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ PSC. ഇന്ന് നമ്മുടെ സ്റ്റഡി വ്ലോഗ് എപ്പിസോഡ് നമ്പർ 14. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് PSCക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഒരു ഡെയിലി ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് BFOയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ടൈം ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, മാത്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫിസിക്സ്, അതുപോലെ തന്നെ ജനുവരി മാസത്തെ CA, പിന്നെ ഇംഗ്ലീഷ്, മലയാളം, ഇത്രയും കാര്യങ്ങൾ ഞാൻ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തി. ആദ്യം പഠിച്ചു തുടങ്ങിയത് സ്പെഷ്യൽ ടോപ്പിക്ക് BFOയിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകൾ, കാര്യങ്ങളാണ് പഠിച്ചു തുടങ്ങിയത്. അതിൻ്റെ നോട്ട് ഞാൻ ഓൾറെഡി +1 ജോഗ്രഫി ടെക്സ്റ്റിൽ നോക്കി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ നോക്കിയിട്ട് നോട്ട് ഞാൻ ഓൾറെഡി എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒന്നും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഭിത്തിയിലേക്ക് നോക്കുന്നത്, അവിടെ ഞാൻ ഭൂപടം വരച്ച് വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ. അപ്പോൾ അതിൽ നോക്കിയിട്ട് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ ഫാക്റ്റുകൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് പിന്നെയും റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ അതിനിടയിലുള്ള ചില കാര്യങ്ങൾ എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവാത്തത് ഞാൻ ChatGPTയോടൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു ടോപ്പിക്ക് പഠിച്ചു തീർക്കുന്നത്. അതിനിടയിൽ മോൻ കരഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി ഇപ്പോൾ വീണ്ടും അത് തന്നെ പഠിക്കുകയാണ്. അതേ കൂട്ടത്തിൽ തന്നെ എക്സ്ട്രാ പോയിൻറ്റുകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, അപ്പം SCERT കൂടാതെ NCERTയുടെ ടെക്സ്റ്റിൽ കൂടാതെ നമുക്ക് നെറ്റിൽ നിന്ന് നോക്കിയിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള ചില ക്ലാസ്സുകളൊക്കെ നോക്കിയിട്ടും ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആസ്ത അക്കാദമിയുടെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഒരു റെക്കോർഡഡ് അല്ലാതെയുള്ളൊരു ക്ലാസ്സിലും ഉണ്ട്. അത് ആഴ്ചയിൽ 3 ദിവസം നൈറ്റ് 9 മണിക്കുള്ളൊരു ക്ലാസ്സാണ് സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമുള്ളത്. അപ്പോൾ അതിലും നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സാറ് പറഞ്ഞ ടോപ്പിക്കിൻ്റെ എക്സ്ട്രാ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നെറ്റിൽ നോക്കിയിട്ട് അതുകൂടി നോക്കി എഴുതുകയാണ്. അതിനുശേഷം ഒന്നുകൂടി കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുകയാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ കാടുകൾ എന്നുള്ള രീതിയിൽ അത് നിത്യഹരിത വനങ്ങൾ, അതുപോലെ തന്നെ മുൾക്കാടുകൾ, അതുപോലെ തന്നെ ഇലപൊഴിയും കാടുകൾ, ഇതിൻ്റെയൊക്കെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥേനെ പറ്റി നോക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഞാൻ പോകുന്നത്. അപ്പം ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് BFOനെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ടോപ്പിക്ക് കുറച്ച് 20 മാർക്കിന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. ഇന്ത്യയിലെ വനങ്ങളെ പറ്റിയിട്ടൊക്കെയാണല്ലോ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഫോറസ്ട്രീനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനിടയിൽ മോൻ വന്നു, അവനവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയത് ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അവനതിനെ സമ്മതിക്കില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുകയാണ്. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് മറ്റേ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റായിരുന്നു. അപ്പം അത് ഓൾറെഡി ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് റിവിഷൻ എന്നുള്ള രീതിയിൽ മാത്രം പഠിച്ചു പോയാൽ മതിയായിരുന്നു. അപ്പം അതിൽ ഞാനിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം നോക്കുന്നത് ലക്ഷ്യയുടെ LDCൻ്റെ റാങ്ക് ഫയലാണ്. അപ്പോൾ അതിൽ എനിക്ക് ഓർമ്മ കിട്ടാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പോവുകയാണ്. അതിൽ ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങൾ കൂടി ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രത്യേകിച്ച് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറേ കമ്മിറ്റികളുണ്ടല്ലോ, അതിൻ്റെ ചെയർമാൻസ് ആരാണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കുറേ ഇയേഴ്സ് അതിൽ വരുന്നുണ്ട്, അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഒന്നുകൂടി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി പഠിച്ച ടോപ്പിക്കായിരുന്നു ഇത്, എന്നിട്ടും പല കാര്യങ്ങളും മറന്നു പോകുന്നു, ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. അപ്പം അങ്ങനത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ അത് കിട്ടുമല്ലോ. അതിനുശേഷം എൻ്റെ ഒരു നോട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഷോർട്ടായിട്ട് എഴുതി വെച്ചിരിക്കുന്ന നോട്ടാണ്. സെയിം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിനെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ അത് നോക്കുകയാണ്. അപ്പം അതിനിടയിൽ ഞാൻ അത് വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ച് കോഡുകൾ എന്തൊക്കെയോ, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ആളുകളുടെ പറ്റിയിട്ടുള്ള അങ്ങനത്തെ കോഡുകളൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ പറ്റിയിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ആ ക്ലാസ് ഞാൻ നോക്കുന്നുണ്ട്. ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു കൊടുത്തിട്ട് കിട്ടിയൊരു ക്ലാസ്സാണ് നോക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് അടിച്ചു കൊടുത്തപ്പോൾ കിട്ടിയ ക്ലാസ്സാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും കുറച്ചും കൂടി നമുക്ക് ക്ലാസ്സിലേക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റാറുണ്ട് ഈ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത്. അപ്പം അതിനിടയ്ക്ക് പരസ്യമൊക്കെ വരുന്നുണ്ട്, അതൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ കേൾക്കുമ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടിലേക്ക് കുറിക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് അവർ പറഞ്ഞ സമയത്ത് ഞാൻ അതായത് നോട്ടിലുണ്ടോ എന്ന് നോക്കുകയാണ്. എക്സ്ട്രാ പോയിൻറ്റുകൾ എന്തെങ്കിലും വന്നാൽ മാത്രമാണ് ഞാൻ നോക്കി എഴുതുന്നത്. ഇംഗ്ലീഷിലെ സിംഗിൾ വേർഡ്സ് ഉണ്ടല്ലോ, അതായത് ഒരു ഫ്രേസിനൊരു സിംഗിളായിട്ട് നമ്മൾ എന്താ പറയുക എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു 20 എണ്ണം പഠിക്കാനാണ് ഉദ്ദേശിച്ചത്. അത് ഞാൻ 20 എണ്ണം ആദ്യത്തെ 20 എണ്ണം ഞാൻ നോക്കി പോവുകയാണ്. അതിങ്ങനെ പഠിച്ച് പോവുകയാണ്. അങ്ങനെ 20 എണ്ണം പഠിച്ചതിന് ശേഷം അതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നെറ്റിൽ നോക്കിയിട്ട് അതും കൂടി അതിന് കൂടുതൽ എഴുതി വെക്കുന്നുണ്ട്. അതിനുശേഷം അത് ഓരോന്നായിട്ട്
നോക്കി നോക്കി പോവുകയാണ്. ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടോ നോക്കുകയാണ്. അതിൽ 1-2 എണ്ണം മാത്രം കിട്ടാത്തതുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ബുക്കിലേക്ക് മാറ്റി എഴുതുന്നുണ്ട്. അത് പിന്നീട് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നീട് ഞാൻ ഇഡിയമും ഫ്രേസുമാണ് നോക്കുന്നത്. അതൊരു 10 നോക്കാമെന്നുള്ള രീതിയിൽ നോക്കി പോവുകയാണ്. അങ്ങനെ അതൊരു കറക്റ്റ് 10 നോക്കുകയാണ്. ഇതിലും പ്രശ്നം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ആ ഒരു ബുക്കിൽ നോക്കുമ്പോൾ എനിക്ക് അത്രയും എളുപ്പമായിട്ട് തോന്നിയില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നെറ്റിൽ നോക്കിയിട്ട് അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണെന്നും കൂടി നോക്കി മലയാളത്തിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ ബുക്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു പഴയൊരു ബുക്കാണ് കേട്ടോ. ഞാൻ ചെറിയ ക്ലാസ്സിൽ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിയൊരു ബുക്കാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ മറിച്ച് നോക്കുന്നുണ്ട്. ഭാഗം ഫോക്കസിലെല്ലാം ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അത് ഞാൻ ജസ്റ്റ് എനിക്ക് തെറ്റിയ വാക്കുകൾ അല്ലെങ്കിൽ കുറച്ച് ഡൗട്ടായ വാക്കുകളൊക്കെ ഞാൻ എഴുതി വെച്ചതാണ്. അതിനുശേഷം പിന്നീട് ഞാൻ മലയാളം നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. PSC ബുള്ളറ്റിനിലാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം കുറച്ച് എന്താ പറയുക വ്യാകരണം നോക്കി. അതിനുശേഷം ശരിയും തെറ്റും നോക്കുന്ന കാര്യങ്ങൾ നോക്കി. അപ്പം അതിലൊരുപാടെണ്ണം നമ്മൾ ശരിയെന്ന് വിചാരിച്ചത് തെറ്റാണെന്ന് മനസ്സിലായത് അപ്പോഴാണ്. മാത്സ് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പം മാത്സ് ഞാൻ സാധാരണയായിട്ട് നോക്കാറ് PSC ബുള്ളറ്റിനുള്ള മാത്സാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ടൈം ടേബിളിൽ ഭിന്നസംഖ്യയും സ്ഥാനനിർണ്ണയവുമാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ സ്ഥാനനിർണ്ണയമുള്ള ആ ഒരു PSC ബുള്ളറ്റിന് ഞാൻ തപ്പി എടുത്തു. അതിനുശേഷം സ്ഥാനനിർണ്ണയത്തിൻ്റെ കണക്കുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പം ആദ്യത്തെ ഒരു മോഡൽസിൽ ആദ്യം 1-2 മോഡൽസൊക്കെ നമുക്ക് എളുപ്പം ചെയ്യാൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഓരോ താഴേക്ക് പോകുന്തോറും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 11ഓളം ചോദ്യങ്ങളാണ് ഇതിലുണ്ടായത്. അപ്പം എനിക്ക് ആദ്യത്തെ ഒരു 7-8 എണ്ണമൊക്കെ കറക്റ്റായിട്ട് കിട്ടി. പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ച് ഡൗട്ടുകൾ വന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാനിങ്ങനെ വരച്ചിട്ടൊക്കെ നോക്കണം. അതായത് ഇപ്പം ഇത് കണക്കേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ 1-ാം സ്ഥാനത്ത് 5-ാം സ്ഥാനത്താണ് ഒരു വരിയുടെ, വേറൊരാൾ 10-ാം സ്ഥാനത്താണുള്ളത്. അപ്പോൾ ഇതിനിടയിൽ എത്ര ആളുണ്ട്, അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ അങ്ങനത്തെയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിൽ അടുത്തടുത്തുള്ള 2 ലക്കങ്ങളിലായിട്ടാണ് PSC ബുള്ളറ്റിൻ്റെ അത് ഉണ്ടായിരുന്നത്. അപ്പം ആദ്യം അത് തപ്പിപ്പിടിച്ചു. അതെടുത്തതിന് ശേഷമാണ് പിന്നീട് ഇങ്ങനെ കണക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അതിൽ അവർ കുറേ ഇക്വേഷൻസ് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷന് പകരം ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ അത് വരച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് അതിനിടയിൽ എത്ര ആളുണ്ടാവും എന്നുള്ള രീതിയിൽ നോക്കി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി വേഗത്തിൽ കിട്ടുന്നുണ്ട്. ഇക്വേഷൻസ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിങ്ങനെ വരച്ച് നോക്കുകയാണ് എത്ര പേരുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 11ഓളം എണ്ണം ഉണ്ടായിരുന്നു ഒന്നാമത്തെ PSC ബുള്ളറ്റിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ PSC ബുള്ളറ്റിലും ഏകദേശം 11ഓളം ഉണ്ടായിരുന്നു. അങ്ങനെ 22 കണക്ക് ചെയ്തു. അതെന്ന് വെച്ചാൽ എല്ലാ ഡിഫിക്കൽട്ട് ലെവൽ, ഏറ്റവും ഈസി ടു വളരെ ടഫായിട്ടുള്ള ലെവലിലുള്ള സ്ഥാനനിർണ്ണയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ എനിക്ക് നല്ല രീതിയിൽ സ്ഥാനനിർണ്ണയം എന്ന് പറയുന്നൊരു സംഭവം നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ആണ് ഞാൻ ആ ഒരു ഭാഗം പിന്നീട് നിർത്തുന്നത്. ഏകദേശം ഒരു 45 മിനിറ്റ്സ് എടുത്തിട്ട് ഞാൻ ആ ഒരു സ്ഥാനനിർണ്ണയം എന്നുള്ള എല്ലാ പോയിൻറ്റുകളും പഠിക്കുകയും അതിൻ്റെ എല്ലാ മോഡലും ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഞാൻ CA കുറച്ച് നേരം നോക്കിയിട്ടുണ്ടായിരുന്നു. 2025 ജനുവരി മാസത്തെ CA ആണ് നോക്കിയത്. അതിന് ഞാൻ വൊക്കാബ് CDയുടെ PDF നോക്കി കുറച്ച് നേരം പഠിച്ചു. പിന്നെ അതുകൂടാതെ തന്നെ ഓൺലൈനിൽ ഇങ്ങനെ ഒരുപാട് CAക്ക് വേണ്ടിയിട്ടുള്ള ടെലിഗ്രാം ചാനലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെല്ലാം നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത്. അതങ്ങനെ പഠിച്ചു തീർത്തു. അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ പിന്നീട് ഉണ്ടായിരുന്നത് ബയോളജി ആയിരുന്നു. ജീവകവും അപര്യാപ്ത രോഗവും അതും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ SCERT ടെക്സ്റ്റിൽ കുറച്ചുണ്ടായിരുന്നത് നോക്കി പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യയുടെ ലാങ് ഫയൽ നോക്കിയിട്ടും അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം തീരുമാനിച്ചതെല്ലാം പഠിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ കെമിസ്ട്രിയിൽ ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ അവസ്ഥ, ഈ ഒരു ഭാഗം ഞാൻ പഠിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. അതിനിടയിൽ കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എനിക്ക് 3-3.5 മണിക്കൂറാണ് എനിക്ക് പഠിക്കാൻ. ആ ഒരു സമയം കൊണ്ട് എനിക്ക് എൻ്റെ പ്രൊഡക്റ്റീവായിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം കാര്യങ്ങൾ ഞാനിന്ന് ചെയ്തു. അതിനുശേഷം ഒരു MCQ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും കൊണ്ട് അന്നത്തെ ഒരു ദിവസത്തെ പഠിത്തം നിർത്തി. ഒരു PSC പഠിക്കുന്ന ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം വളരെ കുറവാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എന്നെക്കൊണ്ട് ഒരു ദിവസം ഒരു 3.5-4 മണിക്കൂറൊക്കെയാണ് മാക്സിമം പഠിക്കാൻ പറ്റുക. ആ സമയത്തൊക്കെ ഞാൻ പഠിച്ചിട്ട് ഇതുപോലുള്ള ചില എന്താ പറയുക ഫ്ലോ ചാർട്ടുകളൊക്കെ ഞാൻ വരച്ച് സ്റ്റഡി ടേബിളിന് മുകളിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്തു വെക്കാറ്. അപ്പം അത് ഞാൻ നോക്കാറുണ്ട് ഇടയ്ക്കിടെ. അപ്പം ബേബി എന്നെ കളിക്കുന്ന സമയത്തൊക്കെ അതിൽ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നോക്കി പോകാറുണ്ട്. അപ്പം എനിക്ക് കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കാറുള്ളത് ഇങ്ങനെ ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ്. കൃത്യമായിട്ട് ടൈം ടേബിൾ മാക്സിമം ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് എന്നോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും.